സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദിലേക്ക് യാത്ര വരുന്നത് വീഡിയോ ഇട്ടിരുന്നു. സുഖമായിട്ട് ഞാൻ ഹൈദരാബാദിലെത്തി, ഹാപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനിതാ ലഞ്ച് കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പൊ ഇത് ഞാൻ നിങ്ങളെ ഇന്ന് വീഡിയോ ആയിട്ട് വരുന്നത് ഇതൊരു സ്പെഷ്യൽ ഡിഷാണ്. ഇതൊന്നുമല്ല, ഇത് റാഗിയുടെ പത്തിരിയാണ്. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ഈ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മെയിൻ പ്രശ്നമാണ് ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല, വിശപ്പ് ഉണ്ടാവില്ല. അപ്പൊ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പലരും വിളിക്കുമ്പോൾ പറയും. അപ്പൊ നമ്മൾ ആവശ്യത്തിന് ഗുണമുള്ള ഫുഡ് നമ്മൾ എങ്ങനെയെങ്കിലും വയറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് എല്ലായ്പ്പോഴും പറയാറുണ്ട് റാഗി ഫുഡിൽ ഉപയോഗപ്പെടുത്താൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് റാഗി പത്തിരിയാണ്. പുട്ടും ദോശയും ഇഡ്ഡലിയും ഒക്കെ സാധാരണ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ റാഗി പത്തിരിക്ക് ഭയങ്കര ടേസ്റ്റാണ്, ഗുണം പോലെ തന്നെ. പിന്നെ റാഗിയുടെ ഒരു ഗുണം ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഫൈബർ റിച്ച് ആണ്, കാൽസ്യം, പ്രോട്ടീന്, നമ്മുടെ പാലിലും ചീരയിലൊക്കെ കിട്ടുന്നതിനേക്കാൾ ഏറെ കാൽസ്യം ഉണ്ട് റാഗിയിൽ. ഈ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മെയിൻ പ്രശ്നമാണ് കൗണ്ട് കുറഞ്ഞു പോവുക എന്നുള്ളത്. അപ്പൊ അയൺ റിച്ച് ആയതുകൊണ്ട് നമുക്ക് കൗണ്ട് ഒന്നും കുറയില്ല, ആവശ്യത്തിനുള്ള എനർജി തരും, പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കും. പിന്നെ അത് മാത്രമല്ല, ഇത് മുടി വളരാനും സ്കിന്നിനും ഒക്കെ ഏറ്റവും നല്ലതാണ്. അപ്പൊ ഇത്രയും ഗുണങ്ങളുള്ള റാഗി നമ്മൾ നിർബന്ധമായിട്ടും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ അന്നം ഔഷധമാവണം എന്നാണ് പറയുക. അപ്പോൾ ഇത് പലർക്കും ഉണ്ടാക്കാൻ അറിയില്ല. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ റാഗി പത്തിരി ചൂടാൻ വേണ്ടി പറഞ്ഞപ്പോൾ, ചേച്ചി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക, ഒന്ന് കാണിച്ചു തരാമോ? അപ്പോൾ ഇത്രയും ഗുണമുള്ള റാഗി പത്തിരി ഉണ്ടാക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ സുഹൃത്താന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ. അപ്പൊ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. വരൂ, ഞാൻ കാണിച്ചു തരാം. ഇത്രയും റാഗിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്ത പൊടിയാണിത്, റാഗിപ്പൊടി. ഇതിനെ അളന്നെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത്ര തന്നെ വെള്ളം വേണം ഇതിന്, ഇത് പൊടി മാവ് പാകാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ അളന്നിട്ട് വെള്ളം എടുക്കാം. ഇത്രയും തന്നെ പാകത്തിന് ഒരു 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ചു വരണം. വെള്ളം നന്നായിട്ട് തിളച്ചു വരട്ടെ. അപ്പൊ വെള്ളം തിളച്ചു, നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഇതൊന്ന് ഓഫ് ചെയ്ത് പൊടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പത്തിരി എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കോഴിക്കോടുകാർക്കൊക്കെ രാവിലെയൊക്കെ പത്തിരി നന്നായിട്ട് കഴിക്കുന്നവരാണ്, നല്ല മീൻകറിയൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ അരിയേക്കാൾ കുറച്ചും കൂടെ ഗുണമുള്ള റാഗി ആകുമ്പോൾ ഒന്നും കൂടെ നല്ലതല്ലേ. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് തണിയണം. നമുക്ക് നന്നായിട്ടൊന്ന് മാവ് കുഴച്ചെടുക്കണമെങ്കിൽ 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം അത് നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. ഒരിത്തിരി വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. റാഗി കൊണ്ട് പുട്ട് ചുടും, ദോശ ഉണ്ടാക്കും, ഇഡ്ഡലി ഉണ്ടാക്കും. മറ്റ് സംസ്ഥാനത്തിലൊക്കെ ഉള്ളവർ ഇതുപോലെ തന്നെ ഇത് ചുടുവെള്ളത്തിൽ ഇതുപോലെ നല്ലോണം വേവിച്ചെടുത്തിട്ട് ഉരുട്ടിയിട്ട് റാഗി മുതാന്ന് പറഞ്ഞ് കഴിക്കും. അതും നല്ലതാണ്. അതിന് ടേസ്റ്റ് നമുക്ക് എത്രത്തോളം ഇഷ്ടാവും അറിയില്ല. പക്ഷെ പത്തിരിന്റെ ടേസ്റ്റ് അസാധ്യ കേട്ടോ. അപ്പൊ ഇത് 2 പത്തിരിക്കുണ്ട്, അത്രേ കഴിക്കാനാവുള്ളൂ. പ്രത്യേകിച്ച് നമ്മളിപ്പോ വിശപ്പൊന്ന് ട്രീറ്റ്മെന്റിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വിശപ്പില്ലാത്തൊരവസ്ഥയായിരിക്കുമല്ലോ. ഏറ്റവും നല്ലൊരു ഫുഡാണ്. ടേസ്റ്റും ഉണ്ടാവും, നന്നായിട്ട് ടേസ്റ്റും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകമായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത്. നല്ലോണം ഉരുട്ടിയെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇനി നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കാം. കൈകൊണ്ട് തന്നെ പരത്തിയാൽ മതി. ഇത്രയും വലിപ്പം മതി. പാന് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇത് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇത്രയും ഗുണങ്ങളുള്ള റാഗി നമ്മൾ നിത്യേന ഫുഡിൽ ഉപയോഗപ്പെടുത്തണം. എല്ലാവരും ചോദിക്കും എങ്ങനെയാണ്, എന്തൊക്കെയാണ് റാഗി കൊണ്ട് ഉണ്ടാക്കുക. റാഗി എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കണ്ടു പരിചയിച്ചിട്ടുള്ള ഒരു ഫുഡാ. കുറുക്കായിട്ടൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്, നമ്മളെ മക്കൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പത്തിരി എന്ന് പറയുന്നത് നമുക്ക് മടുക്കാത്തൊരു ഫുഡായിരിക്കും. മറ്റേ പുട്ടൊക്കെ ആകുമ്പോൾ ഒരേ സാധനം ആകുമ്പോൾ നമുക്ക് മടുക്കും, കുറുക്കൊക്കെ ആകുമ്പോൾ. ഇത് എല്ലാ കറിക്കും ഉപയോഗിക്കാം. അപ്പൊ റാഗി ഇനി നിങ്ങൾ ഉപയോഗിക്കാതിരിക്കരുത്, നിത്യേന ഫുഡിൽ ഉപയോഗിക്കുക. അപ്പൊ പത്തിരി ഉണ്ടാക്കാൻ പഠിച്ചല്ലോ.
ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.